ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ രാമായണ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. അടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഉത്തരകാണ്ഡം സുമാലീവധം. ദേവലോകത്തിലേക്കാണ് രാവണൻ പിന്നീട് പോയത്. രാവണൻ വന്നുവെന്നറിഞ്ഞ് ദേവേന്ദ്രൻ വിഷ്ണുവിൻ്റെ മുന്നിൽ അഭയം പ്രാപിച്ചു. ഭയന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ വിഷ്ണു ആശ്വസിപ്പിച്ചു. അധികകാലം കഴിയും മുമ്പ് താൻ രാവണനെയും രാക്ഷസകുലത്തെയും നശിപ്പിക്കുമെന്ന് വിഷ്ണു ഇന്ദ്രന് വാക്കു നൽകി. പക്ഷേ ഇപ്പോൾ താൻ രാവണനോട് യുദ്ധം ചെയ്യില്ല എന്നും അരുളി ചെയ്തു. ഇന്ദ്രൻ തന്നെ നേരിട്ട് രാവണനോട് പോരിനു ചെന്നു. വസുക്കൾ, രുദ്രന്മാർ, ആദിത്യന്മാർ തുടങ്ങിയ എല്ലാ ദേവന്മാരും ആ യുദ്ധത്തിൽ പങ്കെടുത്തു. സുമാലി, പ്രഹസ്തൻ, മാരീചൻ, മഹാപാർശ്വൻ, മഹോദരൻ, അകമ്പനൻ, നികുംബൻ, ശുകൻ, സാരണൻ എന്നീ രാക്ഷസ നായകന്മാർ അവരെ ആയുധപാണികളായി നേരിട്ടെതിർത്തു. സാവിത്രൻ എന്ന വസു നിർഭയനായി അസുരന്മാരെ എതിർത്ത് പുറകോട്ടോടിച്ചു. ആ യുദ്ധത്തിൽ സുരാസുര സൈനികരിൽ അനേകം പേർ മരിച്ചു. സുമാലി കോപാകുലനായി. അവൻ ദേവസൈന്യത്തിനു നേരെ പാഞ്ഞു ചെന്നു. ദേവസൈന്യം ഛിന്ന ഭിന്നമായി. സാവിത്രൻ രഥത്തെ നേരെ സുമാലിയുടെ നേരെ തിരിച്ചുവിട്ടു. പിന്നീട് ഘോരമായൊരു യുദ്ധം നടന്നു. യമദണ്ഡിന് തുല്യമായ ഒരു ഗദയെടുത്ത് സുമാലിയുടെ ശിരസിലടിച്ചു. ആ ശിരസ്സോ അസ്ഥികളോ മാംസകഷ്ണങ്ങൾ പോലുമോ യുദ്ധക്കളത്തിൽ കാണാനില്ലായിരുന്നു. അത് കണ്ട് രാക്ഷസന്മാർ പിന്തിരിഞ്ഞോടി. സുമാലിയുടെ വധം കണ്ട് മേഘനാഥൻ മുന്നോട്ട് വന്നത് കണ്ടപ്പോഴേക്കും ദേവസൈന്യം പിന്നോട്ടോടി. മേഘനാഥൻ്റെ അമ്പേറ്റ് അവശരായ ദേവന്മാരോട് തൻ്റെ മകൻ ജയന്തൻ അവരെ നയിക്കുമെന്ന് ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞു. പിന്നീട് പുത്രന്മാർ തമ്മിലുണ്ടായ ഭയങ്കര യുദ്ധത്തിൽ അപകടസ്ഥിതിയിലായ ജയന്തനെ അമ്മയുടെ അച്ഛനായ പുരോമഹാനാണ് രക്ഷിച്ചത്. ജയന്തനെ കടലിനടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. പിന്നീട് ഇന്ദ്രൻ എതിർക്കുന്നത് കണ്ട് രാവണൻ ആ വഴിക്കെത്തി. രണ്ട് ചക്രവർത്തിമാരും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. അപ്പോൾ മേഘനാഥൻ തൻ്റെ മായാജാലം പുറത്തെടുത്തു. മായായുദ്ധത്തിൽ ഇന്ദ്രനെ അവൻ അമ്പുകൾ കൊണ്ട് മൂടി. ദിക്കുകളെല്ലാം അമ്പുകൾ കൊണ്ട് നിറഞ്ഞ് ചുറ്റും ഇരുൾ പരന്നു. പരസ്പരം കാണാതെ ദേവന്മാരും രാക്ഷസന്മാരും പൊരുതുകയാണ്. ഇതിനിടയിലും പതറാതെ യുദ്ധം ചെയ്തിരുന്ന 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ദ്രനും രാവണനും മേഘനാഥനും. ഈ അവസരത്തിൽ ദേവേന്ദ്രൻ രാവണനിൽ നിന്ന് തേര് മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു. ദശാനനൻ ദേവസൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. പുരന്ദരൻ രാവണനെ അസ്ത്രം കൊണ്ട് നിറച്ചു. അപ്പോൾ മേഘനാഥൻ അച്ഛൻ്റെ രക്ഷയ്ക്ക് ഓടിയെത്തി. മേഘനാഥൻ ഇന്ദ്രനോട് തന്നെ നേരിട്ട് ഏറ്റുമുട്ടി. അവർ ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ഇന്ദ്രനെ മായാപാശങ്ങളെ കൊണ്ട് ബന്ധിച്ച് രാക്ഷസപ്പടയുടെ നടുവിലേക്ക് കൊണ്ടുവന്നു.
എന്താണ് സംഭവിച്ചതെന്ന് ദേവന്മാർക്ക് മനസ്സിലായില്ല. അത് കണ്ട് ദേവന്മാർ തുരുതുരെ രാവണൻ്റെ പുറത്തേക്ക് അമ്പുകൾ അയച്ചു. അപ്പോഴേക്കും മേഘനാഥൻ എത്തി ഇന്ദ്രനെ ബന്ധിച്ച വിവരം രാവണനെ അറിയിച്ചു. ഇന്ദ്രനെയും കൊണ്ട് മേഘനാഥൻ അപ്പോൾ തന്നെ ലങ്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത് കണ്ട ബ്രഹ്മാവ് ദേവന്മാരോടൊത്ത് ലങ്കയിലെത്തി രാവണനോട് പറഞ്ഞു, രാവണ, യുദ്ധക്കളത്തിൽ നിന്റെ പുത്രൻ നിന്നേക്കാളും വിക്രമനാണ്. ഇന്ദ്രനെ ജയിച്ച അവനെ ഇന്ദ്രജിത്ത് എന്ന പേരിൽ എല്ലാവരും വിളിക്കും. നീ ഇനിയെങ്കിലും ദേവേന്ദ്രനെ മോചിപ്പിക്കണം. ദേവന്മാർ അതിനെന്തു പ്രതിഫലവും നൽകാൻ തയ്യാറാണ്. തന്നെ അമരനാക്കുകയാണെങ്കിൽ ഇന്ദ്രനെ വിട്ടയക്കാമെന്ന് മേഘനാഥൻ മറുപടി പറഞ്ഞു. അത് നൽകാൻ നിർവാഹമില്ലെന്ന് ബ്രഹ്മാവ് അരുളി ചെയ്തു. മേഘനാഥൻ മറ്റൊരു വരം കൂടി ആവശ്യപ്പെട്ടു. അഗ്നിയിൽ ഞാനിന്ന് മന്ത്രഹോമം നടത്താം. ഹോമാഗ്നിയിൽ നിന്ന് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് എനിക്കൊരു ദിവ്യമായ രഥം ലഭിക്കണം. ദിവ്യരഥത്തിലേറിയ എന്നെ ആരും നിഗ്രഹിക്കരുത്. ഹോമം പൂർത്തിയാക്കാതെ യുദ്ധത്തിന് പുറപ്പെട്ടാൽ എന്നെ വധിച്ചു കൊള്ളട്ടെ. അത് എൻ്റെ പരാക്രമത്തിനുള്ള പ്രതിഫലമായാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. ഇന്ദ്രനെ വീണ്ടെടുത്ത ദേവന്മാർ സ്വർഗത്തിലേക്ക് മടങ്ങി. ഇന്ദ്രൻ തൻ്റെ പരാജയത്തിൽ ദുഃഖിതനായി. പണ്ട് ഒരു ദുഷ്കൃത്യം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ദ്രൻ ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് ബ്രഹ്മാവ് വെളിപ്പെടുത്തി. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്ന സമയം സൃഷ്ടിക്കുന്നവയെല്ലാം ഏതാണ്ട് ഒരേ രൂപത്തിലുള്ളതായിരുന്നു. ആവർത്തന വിരസത മൂലം പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മാവിന് തോന്നി. എല്ലാറ്റിൻ്റെയും നല്ല വശങ്ങൾ മാത്രമെടുത്ത് അദ്ദേഹം അതിമനോഹരമായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവൾക്ക് അഹല്യ എന്ന പേരു നൽകി. അവളെ ലഭിക്കാൻ ഇന്ദ്രൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ബ്രഹ്മാവ് ഗൗതമ മുനിക്കാണ് അവളെ നൽകിയത്. കാലം ഏറെ കഴിഞ്ഞിട്ടും കന്യകയായ അവളെ മുനി ബ്രഹ്മാവിന് തിരികെ ഏൽപ്പിച്ചു. മഹർഷിയുടെ അചഞ്ചലമായ മനസ്ഥൈര്യത്തെ കണ്ട് അത്ഭുതം കൂറിയ ബ്രഹ്മാവ് ആ സൗന്ദര്യ സ്വരൂപിണിയെ വീണ്ടും മഹർഷിക്ക് തന്നെ നൽകി. ഇന്ദ്രൻ തന്ത്രപൂർവം ഒരിക്കൽ അവളെ പ്രാപിച്ചു. അതിൽ കുപിതനായ ഗൗതമ മഹർഷി ഇന്ദ്രനെ ശപിച്ചു. തൻ്റെ പത്നിയെ പ്രാപിച്ച ഇന്ദ്രൻ ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട് അപമാനിതനാകും. മാത്രമല്ല, ഈ ചീത്ത ആചാരം തുടങ്ങിവെച്ച നിനക്ക് ഭൂമിയിൽ ആര് ഇത് ചെയ്താലും അതിൻ്റെ പാതി പാപം ലഭിക്കുമെന്നും ശപിച്ചു. അഹല്യയെയും മുനി വെറുതെ വിട്ടില്ല. നിന്റെ സൗന്ദര്യമാണ് നിന്നെ നശിപ്പിച്ചത്. അതുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും നിന്റെ രൂപലാവണ്യം ഉണ്ടാകട്ടെ. നീ എൻ്റെ ആശ്രമം വിട്ട് പുറത്തു പോകൂ. ഗൗതമ മുനിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് താൻ ഇന്ദ്രനോടൊപ്പം ശയിച്ചതെന്ന് അഹല്യ പറഞ്ഞു. അതിനാൽ തന്നെ ശാപവിമുക്തയാക്കണമെന്നും അപേക്ഷിച്ചു. മഹാവിഷ്ണു രാമനായി പിറന്ന് നിന്റെ മുമ്പിലെത്തുമ്പോൾ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് മുനി അഹല്യയോട് പറഞ്ഞു. അന്ന് തൻ്റെ അടുത്തേക്ക് പോന്നുകൊള്ളാനും മഹർഷി അനുവദിച്ചു. ഗൗതമ മുനിയുടെ ശാപത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം എന്നും ബ്രഹ്മാവ് ദേവേന്ദ്രനോട് പറഞ്ഞു. രാവണഗ്രഹണം. ഘോരനായ അസുരവരൻ ശക്തനായ അർജുനനാൽ ബന്ധനസ്ഥനായി. അഗസ്ത്യൻ ആ കഥ പറഞ്ഞു. രാവണൻ മാഹിഷ്മതിയിലെത്തി. അത്ഭുത വിക്രമനും 1000 കൈകളുള്ളവനും അവിടുത്തെ രാജാവുമായ അർജുനനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ഈ സമയവും അർജുനൻ തൻ്റെ പ്രിയ പത്നികളുമൊത്ത് ജലക്രീഡയ്ക്ക് പോയിരിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ രാവണൻ അവിടെ നിന്ന് പിൻവാങ്ങി. രാവണൻ നേരെ വിദ്യാചലത്തിലേക്ക് പോയി. അങ്ങനെ അവിടെയുള്ള കാഴ്ചകൾ കണ്ട് ആനന്ദിച്ച് പശ്ചിമാബ്ദിയിലേക്കൊഴുകുന്ന നർമ്മദയുടെ തീരത്ത് ചെന്നു. ഒരു മദാലസയെപ്പോലെ ഒഴുകുന്ന നർമ്മദയിൽ മുങ്ങിക്കുളിച്ച് രാവണൻ ശുഭ്രവസ്ത്രം ധരിച്ച് എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറുള്ള
സ്വർണ്ണനിർമ്മിതമായ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ആരംഭിച്ചു. പെട്ടെന്ന് നദിയിലെ വെള്ളമുയർന്ന് കര കവിഞ്ഞൊഴുകി. ഇത് കണ്ട രാവണൻ എന്താണ് കാരണമെന്നറിയാൻ ശുകസാരണന്മാരെ അയച്ചു. തിരിച്ചു വന്ന ശുകസാരണന്മാർ രാവണനോട് പറഞ്ഞു, പ്രഭോ, വലിയൊരു പൈൻ മരത്തിനൊത്തതും 1000 കൈകളുള്ളവനുമായ ഒരുവൻ കൈകൾ കൊണ്ട് ചിറകെട്ടി സുന്ദരീരത്നങ്ങളെ രസിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയാലാണ് കടലിൻ്റെ വേലിയേറ്റം പോലെ നദിയിലെ ജലം കരകവിഞ്ഞൊഴുകുന്നത്. അർജുനൻ തന്നെയായിരിക്കണം അതെന്ന് പറഞ്ഞ് രാവണൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. സുന്ദരികളായ സ്ത്രീകളുമൊത്ത് ജലക്രീഡ ചെയ്യുന്ന അർജുനനെ രാവണൻ പോരിന് വിളിച്ചു. ജലക്രീഡ നിർത്തി അർജുനൻ രാവണനുമായി യുദ്ധത്തിന് വന്നു. രാവണൻ്റെ അനുചരന്മാർ അർജുനൻ്റെ പ്രഹരമേറ്റ് പിന്തിരിഞ്ഞോടി. രുദ്രനും യമനും പോലെ 1000 കൈകളുള്ള കാർത്താവീര്യ അർജുനനും 20 കൈകളുള്ള രാവണനും തമ്മിൽ ഘോരയുദ്ധം ആരംഭിച്ചു. അവസാനം അർജുനൻ രാവണനെ ബന്ധിച്ച് മാഹിഷ്മതിയിലേക്ക് മടങ്ങി. ഈ സംഭവമറിഞ്ഞ പുലസ്ത്യ മഹർഷി അങ്ങോട്ടെത്തി. ആ മുനിവര്യനെ അർജുനൻ ആനയിച്ചു. അങ്ങയുടെ പാദസ്പർശത്താൽ എൻ്റെ ജന്മവും രാജ്യവും സഫലമായി. ഞാൻ എന്താണാവോ അങ്ങയ്ക്ക് ചെയ്യേണ്ടത് എന്ന് അർജുനൻ പുലസ്ത്യനോട് ചോദിച്ചു. പുത്രസ്നേഹപരാധീനനായ എൻ്റെ അപേക്ഷ ഒന്നു മാത്രം. ഉണ്ണി ദശാസ്യനെ വിട്ടയക്കണം എന്ന് പുലസ്ത്യൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ അപേക്ഷ കേട്ട അർജുനൻ ഒന്നും പറയാതെ എഴുന്നേറ്റ് ചെന്ന് രാവണനെ വിമുക്തനാക്കി. അമൂല്യങ്ങളായ ആടയാഭരണങ്ങൾ രാവണന് നൽകി. അവർ അഗ്നിസാക്ഷിയായി സഖ്യവും ചേർന്നു. ബാലി സമാഗമം. അസുര രാജാവായ രാവണൻ വാനര രാജാവായ ബാലിയാൽ അവഹേളിക്കപ്പെട്ട കഥ അഗസ്ത്യൻ പറഞ്ഞു. യുദ്ധോത്സുകനായ രാവണൻ ഒരിക്കൽ കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ആ സമയം ബാലി സന്ധ്യാവന്ദനത്തിന് ദക്ഷിണ സമുദ്രത്തിൽ പോയിരിക്കുകയായിരുന്നു. ഇതറിഞ്ഞ രാവണൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ധ്യാനനിരതനായിരുന്ന ബാലിയെ പിന്നിൽ നിന്ന് ചെന്ന് പിടിക്കുവാൻ രാവണൻ ശ്രമിച്ചു. രാവണൻ്റെ സാമീപ്യം മനസ്സിലാക്കിയ ബാലി അവനെ കക്ഷത്തിലാക്കിക്കൊണ്ട് ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു. 20 കൈകൾ കൊണ്ടും രാവണൻ ബാലിയെ മാന്തിപ്പൊളിച്ച് വേദനിപ്പിച്ചു. പക്ഷേ ഒന്നും അറിയാത്തവനെ പോലെ ആ വാനരേന്ദ്രൻ മിന്നൽ വേഗത്തിൽ യാത്ര തുടർന്നു. വായുമാർഗ സഞ്ചാരികളായ സകല ജീവികളും ബഹുമാനിക്കുന്ന ബാലി ത്രിലോകാധിപനായ രാവണനെയും തൂക്കിക്കൊണ്ട് നേരെ പശ്ചിമസാഗര തീരത്താണ് ആദ്യമെത്തിയത്. ധ്യാനം, അർച്ചന, ജപം തുടങ്ങിയ യഥാവിധി നിർവഹിച്ച ശേഷം വീണ്ടും ആ അസുരനെയും കൊണ്ട് വാനരേന്ദ്രൻ വടക്കേ സമുദ്രതീരത്തിലേക്ക് കുതിച്ചുപോയി. അവിടെ എത്തി സന്ധ്യാവന്ദനം അസുരനെ തൂക്കിക്കൊണ്ട് തന്നെ അനായാസമായി നിർവഹിച്ചു. ബാലി പിന്നീട് കിഴക്കേ അലയാഴിയിലെത്തി തർപ്പണാദികൾ കഴിച്ച് കിഷ്കിന്ധയ്ക്ക് മടങ്ങി. അവിടെ ആരാമ മധ്യത്തിൽ ചെന്നിരുന്ന് കൈക്കുടുക്കിൽ നിന്ന് ദശാസ്യനെ മുക്തനാക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? പരിക്ഷീണനായ രാവണൻ പറഞ്ഞു, അങ്ങയോട് യുദ്ധം ചെയ്യാൻ വന്ന രാവണനാണ് ഞാൻ. അങ്ങയുടെ കരുത്തും വീര്യവും ഗാംഭീര്യവും എന്നെ തളർത്തിക്കളഞ്ഞു. അതിവേഗത്തിൽ 4 വൻ സാഗരങ്ങളിലും എന്നെയും എടുത്തുകൊണ്ടെത്തുക വേറൊരു വീരനും സാധിക്കാത്ത കാര്യമാണ്. ആകാശത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുവാൻ മനസ്സിനും വായുവിനും വൈനതേയനും മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങയ്ക്കും കൂടി അതിന് കഴിയുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് യുദ്ധം ചെയ്യാതെ വാനരസിംഹമായ അങ്ങയോട് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സഖ്യം ചെയ്ത് ബാലിയോടൊപ്പം 1 മാസം കിഷ്കിന്ധയിൽ താമസിച്ചതിനു ശേഷം രാവണൻ ലങ്കയിലേക്ക് മടങ്ങി.
ഹനുമതുത്പത്തി. അടുത്ത ഭാഗം. ബാലി, രാവണൻ തുടങ്ങിയവരെക്കാൾ അതിശക്തനായ ഹനുമാൻ എന്തുകൊണ്ട് ബാലിയെ നിഗ്രഹിച്ചില്ല? സ്വന്തം ശക്തിയെക്കുറിച്ച് അവൻ അറിയാൻ പാടില്ലാത്തതായിരുന്നോ അതിന് കാരണം എന്ന് രാമചന്ദ്രൻ അഗസ്ത്യമുനിയോട് ചോദിച്ചു. ഇതുകേട്ട അഗസ്ത്യൻ ഹനുമാന് സ്വശക്തിബോധം നഷ്ടപ്പെടുവാനുള്ള ശാപത്തിൻ്റെ കഥ പറഞ്ഞു. സുമേരുവിലെ കേസരി എന്ന വാനര രാജാവിൻ്റെ പ്രിയ പത്നിയായ അഞ്ജനയിൽ വായുഭഗവാന് ജനിച്ചവനാണ് ഹനുമാൻ. ജനിച്ചയുടനെ കനി എന്ന് കരുതി അവൻ സൂര്യനു നേരെ ചാടി. 300 യോജന ദൂരം കടന്ന് സൂര്യരഥത്തിൽ എത്തിപ്പിടിച്ച ഹനുമാനെ കണ്ട് രാഹു ഭയചകിതനായി ഓടിച്ചെന്ന് ദേവേന്ദ്രൻ്റെ സഹായം തേടി. ഇതറിഞ്ഞെത്തിയ ഇന്ദ്രൻ്റെ പാവനമായ ഐരാവതത്തെ ഹനുമാൻ ആക്രമിച്ചു. സംഭ്രാന്തി പൂണ്ട ദേവേന്ദ്രൻ വജ്രായുധമെടുത്ത് പ്രയോഗിച്ച് ഹനുമാനെ നിലം പതിപ്പിച്ചു. കുഴങ്ങി വീണ പുത്രനെയും എടുത്ത് വായുഭഗവാൻ ഭൂലോകം വിട്ടുപോയി. അതിൻ്റെ ഫലമായി സമസ്ത ജീവജാലങ്ങളും സ്തബ്ധരായി. ബ്രഹ്മാവ് വായുഭഗവാനെ സമീപിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പിന്നീട് ബോധരഹിതനായി കിടന്നിരുന്ന കുഞ്ഞിനെ അദ്ദേഹം തഴുകി തലോടി. ഉടൻ തന്നെ കുഞ്ഞ് ബോധം വീണ്ടെടുത്തു. മാത്രമല്ല, ഭാവിയിൽ ദേവന്മാരുടെ ആത്മമിത്രമായി അവൻ ഭവിക്കുമെന്നും അനുഗ്രഹിച്ചു. എന്നെങ്കിലും ഒരു ദിനം നിങ്ങൾക്കവൻ്റെ സഹായം ആവശ്യമായി വരുമെന്നും ബ്രഹ്മാവ് ദേവന്മാരോട് അരുളി ചെയ്തു. വജ്രായുധം തട്ടി ഹനു മുറിഞ്ഞതിനാൽ ഹനുമാൻ എന്ന പേർ ദേവേന്ദ്രൻ ആ കുഞ്ഞിന് നൽകി. വജ്രായുധം തട്ടിയാൽ പോലും അവന് മരണമുണ്ടാവില്ലെന്ന് ഇന്ദ്രൻ അനുഗ്രഹിച്ചു. വരുണൻ ഹനുമാന് നിത്യജീവിതം നൽകി. യുദ്ധത്തിൽ ഒരിക്കലും തളരാത്തവനാകട്ടെ എന്നായിരുന്നു വൈശ്രവണൻ അനുഗ്രഹിച്ചത്. തങ്ങളുടെ ആയുധങ്ങളാൽ ഒരിക്കലും ഹനുമാന് മരണം സംഭവിക്കില്ല എന്ന് ശ്രീ പരമേശ്വരനും വിശ്വകർമാവും വരങ്ങൾ നൽകി. സൂര്യൻ തൻ്റെ തേജസ്സിലൊരംശം ഹനുമാന് നൽകി. ഒടുവിൽ ബ്രഹ്മാവ് ചിരഞ്ജീവിയാകട്ടെ അവനെന്ന് അനുഗ്രഹിച്ചു. ശിശുവിനെ അമ്മയുടെ സമീപത്തെത്തിച്ചു. അതീവ ശക്തനായ ഹനുമാൻ മുനിമാരെ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തിയിരുന്നു. അന്ന് കോപിഷ്ഠരായ മുനിമാർ ഹനുമാനെ ശപിച്ചു. ആരെങ്കിലും നിന്റെ കഴിവുകളെപ്പറ്റി പുകഴ്ത്തുന്നതുവരെ നിന്റെ ശക്തികളെക്കുറിച്ച് നീ അറിയാതെ പോകട്ടെ. തൻ്റെ കഴിവുകളെക്കുറിച്ച് അറിവുകളില്ലാതിരുന്ന ഹനുമാൻ ശാന്തചിത്തനായി വർത്തിച്ചു. വൃക്ഷരജസ്സിൻ്റെ പുത്രന്മാരായിരുന്നു ബാലി, സുഗ്രീവന്മാർ. പിതാവിൻ്റെ കാലശേഷം ബാലിയാണ് രാജാവായത്. അധികം കഴിയും മുമ്പേ ബാലിയും സുഗ്രീവനും തമ്മിൽ പിണങ്ങി. ഹനുമാൻ സുഗ്രീവനുമായി ആത്മബന്ധത്തിലായിരുന്നു. വായുവും അഗ്നിയുമായുള്ള അടുപ്പം പോലെയാണ് സുഗ്രീവനും ഹനുമാനും തമ്മിലുള്ള അടുപ്പം. ഹനുമാന് തൻ്റെ ശേഷിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണ് ഹനുമാൻ ബാലിയെ നേരിടുന്നതിന് തുനിയാതിരുന്നത്. അവർ വളരെ കാലം ഋഷ്യമൂകാചലത്തിൽ അശരണരായി ജീവിക്കുകയും ചെയ്തു. ഗുണങ്ങളിൽ ഹനുമാന്റെ ഒപ്പം ശ്രേഷ്ഠത ഉള്ളവരായി ഭൂമിയിൽ ആരും തന്നെയില്ല. സൂര്യഭഗവാന്റെ അനുഗ്രഹവും മൂലം അവൻ മഹാവാഗ്മിയുമായിരുന്നു. വ്യാകരണശാസ്ത്രങ്ങളും സാഹിത്യഭാഷയും അവൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. അറിവിൽ വ്യാഴദേവന് തുല്യനാണവൻ. വാക്ചാതുര്യത്തിൻ്റെ കാര്യത്തിൽ അവനെ പിന്നിലാക്കാൻ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കഥകൾ പറഞ്ഞ ശേഷം ഞങ്ങൾക്ക് മടങ്ങുവാനുള്ള സമയമായിരിക്കുന്നു എന്ന് അഗസ്ത്യമുനി രാമചന്ദ്രനെ ഉണർത്തിച്ചു. തങ്ങൾക്ക് രാമനെ നേരിൽ കാണുവാനും അനുഗ്രഹിക്കുവാനും കഴിഞ്ഞതിൽ സന്തുഷ്ടരായി എന്നവർ അറിയിച്ചു. ഈ അവസരത്തിൽ താൻ ചില യജ്ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് രാമൻ മഹർഷിമാരോട് ഉണർത്തിച്ചു. യജ്ഞങ്ങളിൽ മഹർഷിമാരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് രാമൻ അപേക്ഷിച്ചു. മുനിമാർ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. രാമൻ നിത്യകർമ്മങ്ങൾക്കു ശേഷം അന്തഃപുരത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗമായ
ബാലി സുഗ്രീവന്മാരുടെ ജനനം അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കുന്നതാണ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.